ഹായ് ഡിയേഴ്സ്, ഡിവൈൻ മുദ്ര രുചിവേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ചെങ്കിലവും മപ്പാസിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാൻ നമുക്ക് 1 സ്പൂണോളം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ചീരപ്പൊടി 1/2 ടീസ്പൂൺ മതിയാകും. അതിനകത്ത് പട്ടയും ഗ്രാമ്പും ഇട്ട് പൊടിച്ചാണ്, അപ്പോൾ അത്രയും മതിയാകും. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു 1/2 ടീസ്പൂണോളം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നാരങ്ങ ഇല്ലാത്തതുകൊണ്ടാണ്, നാരങ്ങ നീരുണ്ടായിരുന്നെങ്കിൽ 1/2 ടീസ്പൂൺ നാരങ്ങ നീര് മതിയാവും. അപ്പോൾ അതിന് പകരം നമ്മൾ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയുടെ എടുക്കാൻ വിട്ടുപോയതാണ്. എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി നമ്മൾക്കൊന്ന് നേരത്തെ വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് പുരട്ടി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കതിലേക്ക് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു 3 സവാള, 2 തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ആവശ്യമനുസരിച്ച് നിങ്ങളുടെ മസാലയുടെ അളവനുസരിച്ച് നമുക്ക് സവാള കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിൽ ചട്ടിയാണ് വെച്ച് ചട്ടി മാറ്റിയിട്ട് നമുക്കൊരു പാൻ തന്നെ വെക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓയിൽ കുറച്ച് മതിയാവുമേ, ഒരുപാടൊന്നും വേണ്ടി വരത്തില്ല. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയാണ്. നമുക്കൊരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റിയെടുത്ത് നമുക്കതിനകത്തൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ എന്ന് വെച്ചാൽ ഒരുപാട് ബ്രൗൺ കളറാകേണ്ട, ഒരു ഏകദേശം ബ്രൗൺ കളറാകുന്നവരൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ചെങ്കലവ തന്നെ പല രീതി ചെയ്യുന്ന, ചെങ്കലവ മാത്രമല്ല എല്ലാ മീനും നമുക്ക് മപ്പാസ് ചെയ്തെടുക്കാം. പക്ഷെ അത് പല രീതി ചെയ്യുന്നുണ്ട്. തേങ്ങ അരച്ചൊക്കെ ചേർക്കുന്നുണ്ട്, തേങ്ങ പാലൊഴിച്ച് ചേർക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ, ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് മൂടി വെച്ച് ചെറുതീയിലൊന്ന് വേവിക്കുക. അപ്പോഴത്തേക്ക് അതും ഏകദേശം ഈ കളറായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, കാരണം നമ്മൾ നേരത്തെ മീൻ ചേർത്തില്ല, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരപ്പൊടി, അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നേരത്തെ ഇട്ട കുറവായിരുന്നു. അപ്പോൾ ഒരല്പം ഉപ്പുകൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചമണം മാറണം കേട്ടോ, അല്ലെങ്കിൽ ഒരു കുത്തലുണ്ടാകും. പച്ചമണം നല്ലപോലെ മാറുന്നവരെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ നടുക്കുന്നതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. നടുക്കൊന്ന് മാറ്റി ചുറ്റിനോട്ട് നമ്മുടെ മസാലക്കൂട്ടുണ്ടല്ലോ അതെല്ലാം കൂടെ മാറ്റി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മളൊരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് മീൻ വെച്ച് കൊടുക്കാനുള്ളതാണ്. മീൻ വെച്ചിട്ടാണ് നമുക്ക് ഇതെല്ലാം കവർ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏകദേശം 1 മിനിറ്റ് നേരത്തേക്കൊന്ന് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കുക. 1 മിനിറ്റ് മതിയാകും കേട്ടോ. അതിൻ്റെ ചൂടൊന്ന് തട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് തുറന്ന് നമുക്ക് തിരിച്ചിടാവുന്നതാണ്. അത് തിരിച്ചിടാതെ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് നമ്മുടെ ഈ മസാല കവർ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഞാനത് ഒന്നിട്ട് തിരിച്ചിട്ട് ആണ് എടുക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. അതുപോലെ മസാല നമ്മൾ എടുത്തിട്ട് കവർ ചെയ്യുന്നതിന് ഇപ്പോൾ അതേ കുറച്ച് മസാല മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഓവറായിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. എനിക്ക് അത്രയും വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് മസാല എടുത്തത്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മസാല കൂട്ടാവുന്നതാണ്. അതിനനുസരിച്ചുള്ള സാധനങ്ങൾ എടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. എടുത്തിട്ട് നമ്മൾ നല്ലപോലെ കവർ ചെയ്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അല്ലെങ്കിൽ ഗ്രേവ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഗ്രേവി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ മീൻ തന്നെ പുരട്ടിയതിൻ്റെ ആ വെള്ളമുണ്ട്, അതിൻ്റെ അകത്ത് നമ്മൾ ഇച്ചിരി കുറച്ച് വെള്ളം കൂടി, ചൂടുവെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അടുത്താണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് സാധാ ചൂടുവെള്ളം മാത്രം മതിയെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒരു ലോ ഫ്ലെയിമിൽ വേവിക്കണം കേട്ടോ, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം. എന്നാലും ഒരുപാട് തീയാകരുത്, കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഷേക്ക് ചെയ്യണം കേട്ടോ. അത് കാരണം അടിയിൽ പിടിക്കും സാധ്യതയുണ്ട്. അപ്പോൾ നിനക്കൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. ചട്ട വന്നിട്ട് ഇളക്കി കളയില്ലേ, അതൊന്ന് പൊടിഞ്ഞു പോകും. ഇപ്പോൾ നമ്മളിങ്ങനെ ഷേക്ക് ചെയ്യുക. ഇടയ്ക്ക് വെച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മുടെ ഗ്രേവ് എത്രത്തോളം വേണമെന്നനുസരിച്ച് നമ്മളത് ഫ്ലെയിം കൊടുക്കുക. അത് കഴിഞ്ഞ് മതിയാകുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക. ഞാനിപ്പോൾ ഇത്ര മതിയായി. അപ്പോൾ എനിക്കൊരു പ്ലേറ്റിലൂടെ ഞാൻ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുകയാണ്. സവാള, ക്യാരറ്റ്, കുക്കുംബറൊക്കെ വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം. അതൊക്കെ ആയിട്ട് നമ്മളൊന്ന് കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല വീട്ടിൽ ഞാൻ മിക്കവാറും ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് നല്ല ചൂടുണ്ട് കേട്ടോ, ഒന്ന് കഴിച്ച് നോക്കാവേ. നല്ല രുചിയുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. തീർച്ചയായും ലൈക്ക് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.